നമസ്കാരം. ഇന്ന് ഞാൻ ഒരു നമ്മുടെ കപ്പലണ്ടി ഇല്ലേ അതുകൊണ്ടൊന്നൊരു സലാഡ് ഉണ്ടാക്കി നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയത് ഞാൻ കപ്പലണ്ടി നേരത്തെ പുഴുങ്ങി, ഇത് ഉപ്പും വെള്ളം ഒഴിച്ച് പുഴുങ്ങി അത് നമുക്കൊന്ന് ഇങ്ങോട്ടൊന്ന് മാറ്റിയൊന്ന് ഗ്യാസ് അങ്ങ് നിർത്താം. എന്നിട്ട് ഇത് നമുക്ക് ഇതിനകത്തൊന്ന് അരിച്ചെടുക്കാം. അപ്പം നമ്മുടെ കപ്പലണ്ടി അങ്ങനെ അരിച്ച് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. കപ്പലണ്ടി അരിച്ച് ഇവിടെ വെച്ചു. പിന്നെ വേണ്ടിയത് നമുക്ക് അതിന് വേണ്ടിയത് 2 തക്കാളിക്ക്, ഒരു പകുതി ഉള്ളി, ഒരു നാരങ്ങയുടെ പകുതി. അപ്പോൾ ഇത്രയും സാധനമാണ് വേണ്ടിയത്. പിന്നെ ഒരു പ്ലേറ്റും ഒരു തവി. അപ്പം നമുക്ക് ആദ്യം സലാഡിനുള്ള ഈ ഉള്ളിയൊന്ന് കട്ട് ചെയ്യും. അപ്പം നമുക്ക് ഉള്ളി അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയത് പിന്നെ നമ്മുടെ തക്കാളിക്കായും കൂടെ നമുക്കൊന്ന് സലാഡിന് അരിയും. അപ്പം നമ്മുടെ സലാഡിനങ്ങനെ ഞാനെല്ലാം അരിഞ്ഞു വെച്ചു. അപ്പം നമുക്ക് വേണ്ടിയത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ശകലം ഉപ്പ് ഞാനിട്ടിരുന്നു. എന്നിട്ട് നമുക്ക് ഈ കപ്പലണ്ടി ഇതിനകത്തോട്ട് വേവിച്ചതാ. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ഈ തക്കാളിക്കായി, പിന്നെ നമുക്ക് വേണ്ടിയത് നമ്മൾ ഈ ഉള്ളി ഇടും. ഇനി നമുക്ക് വേണ്ടിയത് നമ്മൾ നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നാരങ്ങ അങ്ങോട്ട് പോയി. ആ നാരങ്ങ ഒന്ന് കട്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് ഇതിനകത്തെ ഇതൊന്ന് കളഞ്ഞിട്ട് നമുക്കിനി ആ നാരങ്ങ ഒന്ന് ഇതിനകത്തോട്ട് വെച്ച് പിഴിയും. അപ്പം ഞാൻ ഇച്ചിരി കാലാനമ്മക്ക് ഇടുന്നതുകൊണ്ട് ഞാൻ ഉപ്പ് കുറച്ചായിട്ടായിരുന്നു. അപ്പം നമുക്ക് ഇനി ഇച്ചിരി കാലാനമ്മക്ക് കൂടി ഇടാം. എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കാം. കപ്പലണ്ടി കൊണ്ടുള്ള ഇത് സലാഡ്. അപ്പം നമുക്ക് ഇത് ഒരു ശകലം ഒന്ന് എടുത്ത് തിന്ന് നോക്കിയാലോ. നല്ല സലാഡാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എളുപ്പം ഒരു സലാഡ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കപ്പലണ്ടി വീട്ടിലുണ്ടെങ്കിൽ എടുത്ത് പുഴുങ്ങി ഉള്ളിയും ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും കണ്ടിച്ചിട്ട് ഒരു തക്കാളിക്കായും കണ്ടിച്ചിട്ട് ഇച്ചിരി ഉപ്പും ചേർത്താൽ മതി. അപ്പം നമ്മൾ മുമ്പേ നമ്മളാണ് ഇത് കപ്പലണ്ടി വേവിച്ചെടുത്തത്. അപ്പം നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഓക്കെ, ബൈ.